ഹലോ, ഇന്നലെ ഒരു വീഡിയോ ഇട്ടില്ലായിരുന്നോ കിച്ചൺ ബൗൾ ഉണ്ടാക്കുന്നത്? അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇപ്പം കാണിച്ചു തരാവേ. വളരെ സിമ്പിളാണ് കേട്ടോ, പിന്നെ നമുക്ക് നല്ല യൂസ്ഫുള്ളും ആണ്. അപ്പം അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഒരു ഹായ് സബ്സ്ക്രൈബ് പോടാ. ഹായ് 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 ഹായ്. നമ്മൾ ചിരട്ട വെച്ചിട്ട് നമ്മളിന്ന് ചിരട്ട വെച്ചിട്ട് ഒരു അടിപൊളി സാധനം ഉണ്ടായി കാണിച്ചു തരാവേ. കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സാധനം ഉണ്ടായി കാണിച്ചു തരാം. അപ്പോൾ ദേ വീട്ടിലുള്ള ചിരട്ടകളിൽ പറ്റിയ 3 ചിരട്ട ഞാൻ എടുക്കുന്നുണ്ടേ. നമ്മുടെ വീട്ടിലൊക്കെ ചിരട്ട കാണാതിരിക്കത്തില്ലല്ലോ. അപ്പോൾ അതേ ഈ ഉള്ള ചിരട്ടയിൽ വലിയ ചിരട്ടകൾ നോക്കി ഒരു 3 എടുത്തിട്ട് അതിൻ്റെ ഒരു വായുണ്ടല്ലോ അത് നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ തേങ്ങ ഉടയ്ക്കുമ്പോഴത്തേക്കും പല ഷേപ്പിലൊക്കെ ആയിരിക്കുമല്ലോ ഉടഞ്ഞു പോണത്. അപ്പോൾ അതേ ഇതുപോലെ ഒന്ന് പേനയ്ക്ക് വരച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ലെവൽ പിടിച്ചിട്ട് ആക്സോ ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ. നമ്മൾ കിച്ചൺ ബൗളാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ ആ പാത്രത്തിന് നല്ലൊരു ഷേപ്പൊക്കെ വേണമല്ലോ. അപ്പോൾ നല്ലതുപോലെ കട്ട് ചെയ്തെടുത്ത ആ ചിരട്ട ഇതുപോലെ സാൻഡ് പേപ്പർ വെച്ചിട്ട് തേച്ച് വൃത്തിയാക്കുന്നുണ്ട്. ആദ്യമേ ആ പുറത്തുള്ള തോലുണ്ടല്ലോ അത് ഇതുപോലെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ചുരണ്ടി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് സാൻഡ് പേപ്പർ ഇട്ട് നല്ല രീതിക്കൊന്ന് പിടിച്ചു കൊടുത്താൽ അത് നല്ലതുപോലെ ഇളകി പോരും കേട്ടോ. നല്ലതുപോലെ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് ടൈം എടുത്ത് തന്നെയാണ് പിടിക്കാനുള്ളത് കേട്ടോ, എങ്കിലേ അത് ഇളകി പോരത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങ് പോരും. നമ്മുടെ കയ്യിൽ ഇതൊന്നും ഇല്ലല്ലോ, നമ്മുടെ കയ്യിലുള്ള ആകെപ്പാടെ ഹക്സാ ബ്ലേഡും സാൻഡ് പേപ്പറും അതുപോലെ തന്നെ നമ്മുടെ കത്തിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നല്ലതുപോലെ നമ്മൾ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ രാവിലെ ഇരുന്നിട്ട് ഏകദേശം ഒരു 1 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ അവിടെ നിന്ന് എണീറ്റത്. കാരണം അത്രയ്ക്ക് നേരം പണി ചെയ്താലേ ഇത് നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അതിനിടയ്ക്ക് ഋതുക്കുട്ടം വന്ന് എന്തൊക്കെയോ നോക്കിയിട്ട് പോകണുണ്ടേ. അപ്പോൾ ഞാനും അണ്ണനും കൂടെ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. നല്ലതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെയൊക്കെ ഇപ്പോൾ ഒരു ഡ്രസ്സൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലോ ഇത്ര നേരം കൊണ്ടിരുന്ന് തേച്ചിട്ടാണിത് ക്ലിയർ ആക്കി എടുക്കുന്നതെന്ന്. അണ്ണനാണെങ്കിൽ ഫുള്ള് പൊടിയിൽ കുളിച്ചിരിക്കുവാണേ. ഞാനിപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്നത് എൻ്റെ വീട്ടിലല്ല, വല്യച്ഛൻ്റെ വീട്ടിൽ വെച്ചാണ് കേട്ടോ. പുറത്ത് നിന്ന് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ഈ പുറത്തുള്ള ആ ഒരു സൗണ്ടുകളൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇൻട്രോയിൽ കാണിച്ചത് എൻ്റെ അനിയനാണ് കേട്ടോ. അനിയൻ എന്ന് പറയുമ്പം എൻ്റെ വല്യച്ഛൻ്റെ മോനാണ്. അപ്പോൾ ഞങ്ങൾ അവിടെയാണ് ഇപ്പോൾ ഉള്ളത്. എൻ്റെ അകവും കൂടെ വൃത്തിയാക്കി ഇത് വീട്ടിൽ വെച്ച് ഉണ്ടാക്കിയിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ. പിന്നെ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ആ വീഡിയോ ഒക്കെ എടുത്തത്. നല്ല ഷോർട്ട് വീഡിയോയിൽ ഇട്ടില്ലായിരുന്നു, അതൊക്കെ എടുത്തത് ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ നല്ലതുപോലെ തന്നെ ഇതിൻ്റെ അകം നമ്മൾ ചുരണ്ടി വൃത്തിയാക്കണം. നമ്മുടെ ആ തേങ്ങയൊക്കെ ചിരവി എടുത്തിട്ട് അതിനുള്ളിലുള്ള ഒരു പൊടിയൊക്കെ ഉണ്ടല്ലോ അത് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കണേ. പിന്നെ അതെ ഇതുപോലെ ഞാൻ വരച്ചിട്ടേക്കുന്നത് ഉണ്ടാ, ഇത് നമുക്ക് ആ ഒരു ബൗൾ ഇതാ ഇങ്ങനെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ. ആ വരച്ചിരിക്കുന്നത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ 3 ബൗളല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ 3 ഇതുപോലെ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തതാണ് കണ്ടോ. ഇതേ അണ്ണൻ്റെ കയ്യിലിരിക്കുന്നുണ്ടോ അതുപോലെയാണ് കേട്ടോ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. ഇതിന് നമ്മൾ നല്ലതുപോലെ ചിരട്ടപ്പൊടി ഇട്ടിട്ട് ഒട്ടിച്ചു കൂടി എടുക്കണം കേട്ടോ. ഒട്ടിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ തേച്ച് ഫിനിഷ് ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ലുക്കിലേക്ക് അത് വരുന്നത്. അതേ കാണിച്ചു തരാം. നമ്മൾ വുഡ് ഫില്ലിൻ്റെ പശ ഇട്ടിട്ട് ദേ ആ ഒരു ചിരട്ട ഇങ്ങനെ കമിഴ്ത്തി വെച്ചിട്ട് അതിന് മുകളിലേക്ക് നമ്മളെടുത്ത ആ ഒരു വട്ടമില്ലേ ആ ഒരു വളയം വെട്ടിയെടുത്തത് അതങ്ങനെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൈയൊക്കെ ഒന്ന് ഒട്ടി പിടിച്ചു പോയി. ഈ ഗമ്മൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും വളരെ ശ്രദ്ധിച്ച് യൂസ് ചെയ്യണം കേട്ടോ. മക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി തന്നെ വെക്കണേ. അപ്പോൾ അതേൻ്റെ ഇങ്ങനെ ആ ചിരട്ട പൊടി കൂടി വാരിയിട്ടിട്ട് നമ്മൾ 2 പേരും കൂടി ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. കാരണം നമുക്ക് ടൈമും ഇല്ലല്ലോ, പെട്ടെന്ന് ഇത് റെഡിയാക്കി വെച്ചിട്ട് അങ്ങോട്ട് പോകാനുള്ളതല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പണി തീർക്കുവാണേ. അപ്പോൾ ഒട്ടിച്ചൊക്കെ എടുത്തിട്ട് നമ്മൾ ഇതേൻ്റെ ആ ഒരു ഗ്യാപ്പ് ഉണ്ടോ അതിലേക്ക് നമ്മുടെ ആ ചിരട്ടപ്പൊടി നല്ല രീതിക്ക് ഒന്ന് ഇട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. അണ്ണൻ്റെ കാലിൽ നിന്നൊക്കെ ഞാൻ വാരി എടുക്കുവാണ്, കാരണം അത് പൊടിയിൽ കുളിച്ചിരിക്കുവാണ്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇട്ടിട്ട് ആ വുഡ് ഫില്ലിൻ്റെ ഗമ്മ് നല്ലതുപോലെ ഒന്ന് കറക്കി അങ്ങ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നല്ല അതാ ഇപ്പോൾ കാണിച്ചു തരാം ഞാൻ ചെയ്യുന്നത് കണ്ടോ. ആ ഗ്യാപ്പ് എല്ലാം ഫില്ലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അണ്ണൻ തേണ്ട അവിടെ ഒരെണ്ണം ഇതുപോലെ വുഡ് ഫില്ലിൻ്റെ പശയൊക്കെ ഇട്ട് ഒട്ടിച്ചിട്ട് സാൻഡ് പേപ്പർ ഇട്ട് നല്ലതുപോലെ ഒന്ന് പിടിച്ചെടുക്കുവാണ്. ഞാനിവിടെ ഒട്ടിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുവാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും ഒരു ഫിനിഷ് കിട്ടും, നല്ലൊരു ഫിനിഷിങ് ലുക്കിൽ തന്നെ കിട്ടും. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ അത് ഈ കാണിക്കുന്ന സാധനം ഉണ്ടല്ലോ ഇത് നമുക്ക് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ കറികളോ എന്തെങ്കിലുമൊക്കെ നമുക്ക് വെച്ച് കഴിക്കാനും എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് മിച്ചറോ ചിപ്സോ ഒക്കെ കഴിക്കാനായിട്ട് പറ്റിയ അടിപൊളി ഒരു ബൗളാണ് കേട്ടോ. കിച്ചൺ ബൗളാണ്, കിച്ചണിൽ യൂസാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും ഇളവിയൊന്നും പോരത്തില്ല കേട്ടോ. നല്ല ബലമാണ് കേട്ടോ ഇതിന്, നല്ല ഉറച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഈ പശയിട്ട് ഒട്ടിക്കുമ്പോഴേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിതിലേക്ക് കറികളൊക്കെ വെച്ചിട്ട് ചോറ് കഴിക്കാനായിട്ട് എടുക്കുന്നത് ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതുപോലെ നല്ലപോലെ പശയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ സാൻഡ് പേപ്പർ കൂടിയിട്ട് അതിൻ്റെ ആ ഒരു കുഴി ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ പശ ഒഴിച്ചു കൊടുത്ത ആ ഒരു ഭാഗത്തേക്ക് നല്ലതുപോലെ തന്നെ ഇതുപോലെ
പിടിച്ചു കൊടുക്കുന്നുണ്ട്. പിടിക്കുമ്പോഴത്തേക്കും അത് കുറച്ച് ലെവലായി വരും. അണ്ണൻ അവിടെ കുറേ നേരം കൊണ്ട് പിടിച്ചിട്ടാണ് കേട്ടോ അത് കറക്റ്റാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനും കൂടിയിട്ട് ഞാൻ ഒട്ടിച്ചത് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് നല്ലതുപോലെ കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു 5 മിനിറ്റ് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിന് നല്ല പണിയുണ്ട് കേട്ടോ. പണിയുള്ള കാര്യമാണ്. അണ്ണെന്തോ അവിടെ കിടന്ന് സംസാരിക്കണ കാരണം എൻ്റെ റെക്കോർഡിൽ അത് കയറി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കിയ സ്പൂൺ ഉണ്ടായിരുന്നല്ലോ, അതും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമുക്കതിന് വലിയ പണിയൊന്നുമില്ല കേട്ടോ. ഒരു ഹാക്സോ ബ്ലേഡും ഒരു സാൻഡ് പേപ്പറും അതുപോലെ തന്നെ ഇതുപോലെ ഒരു പശയും വുഡ്ഫില്ലിൻ്റെ പശയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. ചിരട്ടയെന്ന് പറയുമ്പോൾ എല്ലാവരുടെയും വീട്ടിലുള്ളതാണല്ലോ. ഈ കാണിക്കുന്ന ചിരട്ട ഒരു പ്രത്യേക ഷേപ്പായിരുന്നു കേട്ടോ. ഒരു ട്രയാങ്കുലർ ഷേപ്പായിരുന്നു സത്യത്തിൽ അതിന്. അപ്പോൾ അതായത് നമ്മൾ 3 എണ്ണം നല്ല വൃത്തിയായിട്ട് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് പുറത്തൊക്കെ നമുക്ക് വാർണിഷ് അടിച്ചു കൊടുക്കാം കേട്ടോ. ഉള്ളിലേക്ക് നമ്മൾ വാർണിഷ് അടിച്ചു കൊടുക്കണ്ട, കാരണം നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയുണ്ട്? നല്ല അടിപൊളിയായിട്ടില്ലേ? അതിലേക്ക് കറികളൊക്കെ എടുത്തിട്ട് ഞാൻ കഴിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ പാത്രം? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ.